പത്തനംതിട്ടയിലേക്ക് ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പത്തനംതിട്ട ഇതുപോലെ കേരളത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിൽ BJPയുടെ കാര്യത്തിൽ അത് A ക്ലാസ് മണ്ഡലമായി അവർ കണക്കാക്കുന്നതാണ്. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച് വളരെയേറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞൊരിടം. പക്ഷേ ഇക്കുറി അവിടെ മത്സരിക്കുന്നത് AK ആന്റണിയുടെ മകനാണ് എന്ന പ്രത്യേകത. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിട്ടെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് അത്. അതിനൊട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. വോട്ട് ഏത് തരത്തിലേക്ക് നേടുന്നതിനുള്ള തന്ത്രം എന്നത് കൂടി കണക്കിലാക്കിയാണ് പ്രധാനമന്ത്രിയുടെ ആ വരവ് എന്ന് നമുക്കറിയാം. തോമസ് ഐസക്കിനെ പോലെ വളരെ മുതിർന്ന നേതാവ് LDF-ൽ, ഒപ്പം ആന്റണി MP സിറ്റിംഗ് MP മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലേക്ക് ഈ പോരാട്ടം കടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ശക്തമായൊരു പോരാട്ടം നടക്കുന്നു എന്നതാണോ പ്രചാരണ രംഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം? എന്താണ്? അനുജ, തുടക്കത്തിൽ അത് രണ്ടുപേർ തമ്മിലുള്ള മത്സരമായിരുന്നു. അതല്ലെങ്കിൽ തോമസ് ഐസക്കും ആന്റണിയും സിറ്റിംഗ് MP ആന്റണിയും തമ്മിലുള്ള മത്സരമെന്ന എല്ലാവരും വിലയിരുത്തിയിരുന്ന ഒരു മത്സരമായിരുന്നു പത്തനംതിട്ടയിലത്. പക്ഷേ അനിൽ ആന്റണി കൂടി എത്തിയ സമയത്ത് ആദ്യഘട്ടത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി BJP എന്തായാലും ഒരു കളം പിടിച്ചു കഴിഞ്ഞു. അവരുടെ പ്രചാരണ രംഗത്ത് അവർ കൂടി ഈ ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണയും ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തുടങ്ങി വെച്ചത്. അതായത് കഴിഞ്ഞ തവണ ശബരിമല എഫക്റ്റിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടുകൾ, 2,90,000 എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു വോട്ട് ഷെയർ അല്ല. ആ വോട്ടുകൾ നേടാൻ BJPക്കായെങ്കിൽ അതിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തതുപോലെ തന്നെ ശബരിമല എഫക്റ്റ് എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്തായാലും പത്തനംതിട്ടയിൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ അത്രത്തോളം വോട്ടുകൾ അനിൽ ആന്റണിക്ക് നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. എന്തായാലും മറ്റു രണ്ട് മുന്നണികൾ LDF ആകട്ടെ UDF ആകട്ടെ അവർ ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥം വരുന്നു. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 3-ാം റൗണ്ടിലേക്ക്, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തിരുവല്ലയിലെ റോഡ് ഷോയിൽ തോമസ് ഐസക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3-ാം ഘട്ടത്തിലേക്ക് ഇടതു മുന്നണി കഴിഞ്ഞു. അവരുടെ അഭ്യർത്ഥനകളെല്ലാം തന്നെ വീടുകളിലെത്തി കഴിഞ്ഞു, ചുവരെഴുത്തുകൾ കഴിഞ്ഞു. അതിനോട് തൊട്ടടുത്ത് തന്നെ കോൺഗ്രസും സമാനമായ രീതിയിൽ UDF-ഉം അവരുടെ ചുവരെഴുത്തുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവർ ചില ഫ്ലക്സ് ബോർഡുകൾ ചില മേഖലകളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർ 2-ാം ഘട്ടത്തിലേക്ക്, അതായത് ആദ്യഘട്ടം പിന്നിടുകയാണ്, 2-ാം ഘട്ടത്തിലേക്ക് അവരും കടക്കാനുള്ള ഒരു നീക്കത്തിലാണ്. എന്തായാലും ശക്തമായൊരു ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നൊരു പ്രതീതിയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ BJP വോട്ട് പിടിക്കുമോ എന്നത് തന്നെയാണ് ആശങ്ക. BJP പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മണ്ഡലത്തിലെ ജയപരാജയം എന്ന കാര്യം തന്നെയാണ് വളരെ പ്രധാനം. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിലേറെ വോട്ടുകൾ കെ സുരേന്ദ്രൻ സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇക്കുറി ആ നേട്ടത്തിലേക്ക് BJP പോകുമോ എന്നതിൽ സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ആരാകും പത്തനംതിട്ടയിൽ വിജയം കൊയ്യുക എന്നത് നിർണ്ണയിക്കപ്പെടുക. വളരെ നിർണായകമായ മത്സരമാണ് പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.